ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരും. ഇത്രയും നാളും നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? ഫിദ മാഡം എന്താ അങ്ങനെ പറഞ്ഞത്? രാധികയുടെയും വരുണിന്റെയും കാര്യമാണ് ഞാൻ ചോദിച്ചത്. വരുൺ മ്യൂസിക് സ്കൂളിൽ വന്നിട്ട് രാധികയെ തിരഞ്ഞതും ബഹളം വെച്ചതൊക്കെ ഈ ഉദ്ദേശത്തോടെ ആയിരുന്നു. മാഡം, അതെ, എല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് പെൺകുട്ടികൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാം അവസാനിപ്പിച്ച് ആശ്രമത്തിൽ പോയാലും അവിടെയും വിടില്ല അല്ലേ നിങ്ങള്? മാഡം, അത് എനിക്ക് അയാൾ കൂടെ ഇല്ലാതെ പറ്റില്ലായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, അത് രാധികയെ. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നൊക്കെ ഞാൻ പറയാം മാഡം. അന്ന് എൻ്റെ കൂടെ മാഡം മോളെ പോലെ കരുതുന്ന രാധിക ഉണ്ടാവും. പറ്റിയ തെറ്റുകൾ തിരുത്തി ഞാൻ താലി കെട്ടിയ പെണ്ണിനെ തന്നെ എനിക്ക് തരാമെന്ന് രാധികയുടെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. കള്ളം പറയരുത്. മാഡം വേണമെങ്കിൽ രാധികയെ വിളിച്ച് ചോദിച്ചു നോക്ക്. അതിന് രാധിക എവിടെയുണ്ട്? അത് രാധിക എന്റെ അടുത്തുണ്ട്. ഈ സംസാരിക്കുന്നൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. മാഡം, ഒരുപാട് കാര്യങ്ങൾ കേട്ടതുകൊണ്ട് എന്റെ മോള് എനിക്കറിയാൻ കാരണമാകരുതെന്ന പ്രാർത്ഥനയുള്ളൂ. ഇനി അങ്ങോട്ട് അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു ചേർക്കാൻ. മാഡം, മാഡം, താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ പറയണ്ടേ? അനുഗ്രഹം കിട്ടുമ്പോ അതിങ്ങനെ കോരിച്ചൊരിയെന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അല്ല, രാധികയോടൊന്നും സംസാരിക്കാനില്ലേ? ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ. എടോ ഭാര്യ, താൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയല്ലോ. സത്യം പറഞ്ഞ ഫിദ മേഡത്തിന് ഫേസ് ചെയ്യാൻ ഒരു ചമ്മലുണ്ടായിരുന്നു, അതങ്ങ് മാറ്റി തന്നില്ല. അതിനിപ്പോ സമ്മാനമായിട്ട് ഞാൻ എന്താ തരണ്ടേ? ഞാനിപ്പോ തനിക്ക് എന്താ തരണ്ടേ? ഒരു കാര്യം ചെയ്യാം,